ഒരു മുഖ്യമന്ത്രി തൻ്റെ 10 വർഷത്തെ ഭരണത്തിൻ്റെ അവസാന 3-ാം മാസം അദ്ദേഹം പല കാര്യങ്ങളിലും ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ലത്. പക്ഷെ ഡോക്ടർ തരൂർ പറയുന്ന പല കാര്യങ്ങൾക്കും വിലയുണ്ട്, സത്യമുണ്ട്. നോൺ പൊളിറ്റിക്കായിട്ട് പറയുന്ന കാര്യങ്ങളിലൊക്കെ വലിയ മതിപ്പ് ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. അത് എൻ്റെ ഗുണം കൊണ്ടോ പൊളിറ്റിക്സ് ഗുണം കൊണ്ടോ അല്ല, ഇതല്ലായിരുന്നേനെ ഇവിടുത്തെ റിസൾട്ട്. എൻ്റെ ഒരു പൊളിറ്റിക്കൽ റീഡിങ് കറക്റ്റ് ആയിരുന്നത്, ഞാനിപ്പോൾ കവടിയാർ മത്സരിക്കാതെ നമ്മൾ ഇത്രയും ഒരു വലിയ പ്രചരണം നടത്തിയില്ലായിരുന്നെങ്കിൽ, പറഞ്ഞതുപോലെ ഞാനടക്കമുള്ള ആളുകൾ ഇതൊരു 6 മാസം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ റിസൾട്ട് ഇതിന്റെ ഡബിളായി. യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിന്റെ ഈ ഒരു ഭരണം പറഞ്ഞല്ലോ, പിണറായി സർക്കാരിന്റെ 2ാം ഘട്ടം ഈ പറഞ്ഞ പോലെ അധികാരം കൈയെത്തിയപ്പോൾ വലിയ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു പല സഖാക്കളും ഇപ്പം ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നത് പാർട്ടിക്കകത്തൊരു വ്യതിയാനം ഉണ്ടാകണമെന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ച് ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറേ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് BJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പോസ്റ്റും എഴുത്തുകളൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നീക്കത്തോട് പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും ഒരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ ഇന്നലെ എനിക്ക് തോന്നുന്നു ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് നിർത്തലാക്കുന്ന BJP നേതൃത്വത്തിൽ ഏറ്റവും ശക്തമായിട്ട് സംസാരിച്ച ഡോക്ടർ തരൂറാണ്. പക്ഷെ അദ്ദേഹം ചില കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഇന്നലെ അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അല്ലെങ്കിൽ സാവർക്കറിൻ്റെ പേരിലുള്ള അവാർഡ് എടുത്തപ്പോൾ വേണ്ടെന്ന് അദ്ദേഹം നിഷേധിച്ചു. അദ്ദേഹത്തിന് പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് അല്പം കൂടി ക്ലാരിറ്റി അദ്ദേഹം കൊണ്ടുവരേണ്ടിയുണ്ട്. അത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തെ പേഴ്സണൽ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം പല കാര്യങ്ങളിലും ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ലത്, വിശ്വപൗരൻ. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കൂടുതൽ അദ്ദേഹം ഒരു ബ്രോഡർ സ്പെക്ട്രത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ രാഷ്ട്രീയക്കാരനാകുമ്പോൾ അദ്ദേഹം കേവലം ഒരു MP ആയിട്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ ആ ബ്രോഡർ സ്പെക്ട്രത്തിനകത്ത് അദ്ദേഹത്തിന് ഓപ്പറേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ വിശ്വപൗരൻ, അദ്ദേഹം AICC അധ്യക്ഷനാണെന്ന് ആഗ്രഹിച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് ഒപ്പിട്ട ഒരാളോടാണ് ഞാൻ. പക്ഷേ AICC അധ്യക്ഷനായിട്ട് മത്സരിക്കുന്ന ഒരാൾ, AICC വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ ആ ബ്രോഡർ സ്പെക്ട്രത്തിനകത്ത് കോൺഗ്രസ് നിലപാടുകൾ തന്നെ ഉയർത്തിപ്പോകും. അതെ, പക്ഷെ കോൺഗ്രസിനെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ. ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ജനറൽ കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും, തെറ്റില്ല. എനിക്കും അതിൽ അഭിപ്രായം പല കാര്യങ്ങളുണ്ട്, അത് തെറ്റില്ല. പക്ഷേ പാർട്ടിയുടെ നയങ്ങൾ, പാർട്ടിയുടെ മൂല്യങ്ങൾ, പാർട്ടിയുടെ ചരിത്രം, ഈ കാര്യങ്ങളിൽ അചഞ്ചലമായിട്ട് നിൽക്കണം എന്നുള്ള അത് ഒരു പാർട്ടിയുടെ ഒരു നയം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം AICC വർക്കിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ AICC അധ്യക്ഷനാവ് മത്സരിക്കാൻ നിന്നൊരാളല്ലെങ്കിൽ അദ്ദേഹം അല്പം കൂടെ ഇംഗ്ലീഷ് ലീവേ നമുക്ക് കൊടുക്കാം. പക്ഷേ അദ്ദേഹം ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി നിൽക്കുന്ന AICC അധ്യക്ഷനെ മത്സരിച്ചാൽ കൃത്യമായിട്ട് ഫസ്റ്റ് കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഞാനടക്കം അദ്ദേഹത്തോടും വ്യക്തിപരമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നമ്മളതിനൊന്നും അംഗീകരിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ ഡോക്ടർ തരൂർ പറയുന്ന പല കാര്യങ്ങൾക്കും വിലയുണ്ട്, സത്യമുണ്ട്. നോൺ പൊളിറ്റിക്കായിട്ട് പറയുന്ന കാര്യങ്ങളിലൊക്കെ വലിയ മതിപ്പ് ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ തന്നെ ശ്രദ്ധിച്ചു വയ്ക്കുമോ, അദ്ദേഹത്തിന് സ്വീകാര്യത അദ്ദേഹത്തിന് നോൺ പൊളിറ്റിക്കൽ നിലപാടുകൾക്കാണല്ലേ. നിങ്ങളപ്പോൾ ചെറുപ്പക്കാർ പല കാര്യങ്ങളും സ്വീകരിക്കുന്നത് അദ്ദേഹം നോൺ പൊളിറ്റിക്കൽ കാര്യങ്ങളിലൊക്കെ നിലപാടാണ്. പല പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ അദ്ദേഹം സ്വിങ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ചില കൺഫ്യൂഷൻ ഉണ്ടാകുമ്പം ചെറുപ്പക്കാരടക്കം അതിനെതിരെ ട്വിറ്ററിലൊക്കെ എഴുതുകയാണ്. അതെ, പക്ഷെ അദ്ദേഹം BJPയിലേക്ക് പോകും അല്ലെങ്കിൽ BJPയുടെ ചായ്വുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഒരിക്കലും പോവില്ല, കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും. ഒരിക്കലുമില്ല. ഓക്കെ, സാറ് MLA ആയി തുടർന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ്, നമുക്കറിയാം കോൺഗ്രസ് ശബരിനാഥൻ സ്ഥാനാർത്ഥിയെ നിൽക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിലൊക്കെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പൊതുജനങ്ങൾക്കിടയിൽ അത് വലിയ ആവേശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് MLA ആയിരുന്ന ഒരു വ്യക്തി തദ്ദേശത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്? അല്ലാതെ തിരുവനന്തപുരത്തെ ഞാൻ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. തിരുവനന്തപുരത്തെ ഒരു കാറ്റ് ഏകദേശം ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഞാൻ അത്രയൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ ഞാനിപ്പോൾ കവടിയാർ മത്സരിക്കാതെ നമ്മൾ ഇത്രയും ഒരു വലിയ പ്രചരണം നടത്തിയില്ലായിരുന്നെങ്കിൽ, അത് എൻ്റെ ഗുണം കൊണ്ടോ പൊളിറ്റിക്സ് ഗുണം കൊണ്ടോ അല്ല, ഇതല്ലായിരുന്നേനെ ഇവിടുത്തെ റിസൾട്ട്. അത് കൃത്യമായിട്ടുള്ളൊരു എൻ്റെ ഒരു പൊളിറ്റിക്കൽ റീഡിങ് കറക്റ്റ് ആയിരുന്നത്. BJP 60-65 എത്തി. കാരണം ഇടതുവിരുദ്ധതയുടെ തരംഗമായിരുന്നു. കോൺഗ്രസ് സീരിയസ് അല്ലാതെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആണ് ജനങ്ങൾ തോന്നിയതെങ്കിൽ ഇടതുപക്ഷത്ത് നോക്കാൻ പല ആളുകളും മാറ്റി വോട്ട് ചെയ്തേനെ.
അപ്പോൾ ഒരുപക്ഷെ ഈ കാണുന്ന സീറ്റിനേക്കാൾ കൂടുതൽ എത്തിയേനെ. കാരണം ഇടതുപക്ഷത്തിന് കിട്ടുന്ന സീറ്റ് കൂടത്തില്ലായിരുന്നു. കോൺഗ്രസ് സീരിയസ് ആണെന്ന് ഒരു ഫീലിംഗ് വന്നപ്പോഴാണ് നമ്മൾ 20-ലെത്തിയത്. പറഞ്ഞതുപോലെ ഞാനടക്കമുള്ള ആളുകൾ ഇതൊരു 6 മാസം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ റിസൾട്ട് ഇതിൻ്റെ ഡബിളായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു 6 മാസം മുമ്പ് കോൺഗ്രസ് സീരിയസ് ആണെന്നൊരു ഫീലിംഗ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ UDF കോർപ്പറേഷൻ ഭരിച്ചേരെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് അല്ലെങ്കിൽ സഭാസമൂഹങ്ങളിൽ നിന്നേനെ, ഉറപ്പാണ്. അതെ, ചെറിയൊരു എനിക്ക് തോന്നുന്നു നവംബർ 2-നാണ് കാൻഡിഡേറ്റ് പ്രഖ്യാപനം നടക്കുന്നത്. കാരണം ഞാൻ ദുബായിലൊരു പാർട്ടി പ്രോഗ്രാമിന് പോയി എന്നെ തിരിച്ച് വിളിച്ച് ഞാൻ വന്നതാണ്. നവംബർ 2-നാണ്, 2-നോ 3-നോ ഞാൻ 1 മന്താണ് നമുക്ക് കിട്ടിയത്. ആ 1 മന്തിലാണ് നമ്മൾ ഈ പറഞ്ഞ 8 സീറ്റിൽ നിന്ന് അല്ലെങ്കിൽ UDFൻ്റെ 9-10 നിന്ന് നമ്മൾ ഡബിളാക്കിയത്. ഈ ഒരു വർക്ക് അപ്പോൾ എനിക്കിവിടെ ഒരു ചെറിയ കുറ്റബോധമാണ്. അല്പം നേരത്തെ ഇറങ്ങിയായിരുന്നെങ്കിൽ, ഒരു 4-5 മാസം മുമ്പ് അല്ലെങ്കിൽ 6 മാസം മുമ്പ് ഇറങ്ങിയായിരുന്നെങ്കിൽ, ഞാൻ അടക്കമുള്ള മുഖങ്ങളെ കാണിക്കുകയായിരുന്നെങ്കിൽ കൂടുതൽ വോട്ടുകൾ ചേർന്നേനെ. അപ്പോൾ എനിക്കറിയാം കവടിയാർ വാർഡിൽ കോൺഗ്രസ് നല്ല സംഘടനാ സംവിധാനമുള്ള വാർഡാണ്. 100-250 വോട്ട് ആളുകൾ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് സ്റ്റേറ്റ് കോർപ്പ് ഇലക്ഷനിൽ വോട്ടില്ല. കുറേ ആളുകൾ നമ്മൾ ഇച്ചിരി ജാഗ്രത ഉണ്ടായിരുന്നത്. ഒരു 6 മാസം മുമ്പ് ചില മുഖങ്ങൾ കാണിച്ചുകൊണ്ട് UDF വന്നിരുന്നെങ്കിൽ, ഞാൻ പറയുന്നു, ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ ഒന്നുകിൽ UDF ഭരിച്ചേനെ, അല്ലെങ്കിൽ UDF-ഉം BJP-യും സമാസമമായിരുന്നതിന് LDF 29 കിടന്നത് ഉറപ്പാണ്. അതിന് ചെറിയ കുറ്റബോധമുണ്ട്. പക്ഷേ ഞാൻ എടുത്തൊരു തീരുമാനം ശരിയായ നിലപാട് തന്നെ ഞാൻ നിൽക്കുന്നത്. കാരണം അങ്ങനെ തീരുമാനം എടുക്കാതെ കോൺഗ്രസ് സാധാരണ ഒരു ഇലക്ഷൻ പോയിരുന്നെങ്കിൽ ഇതായിരുന്നില്ല അവസ്ഥ. അത് പാർട്ടി ജാഗ്രത എടുത്തൊരു തീരുമാനമാണ്. ഞാനല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. പക്ഷെ അത് ആ കാറ്റ് നമുക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളത് ഗ്രൗണ്ട് ഇവിടുത്തെ കോൺഗ്രസിലെ നേതാക്കൾക്ക് മനസ്സിലായി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇനിയിപ്പോൾ 3-4 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജിൽ നിന്നും കുറച്ചുകൂടി ഉയർന്നെങ്കിൽ മാത്രമല്ലേ സാർ നേരത്തെ ഉറപ്പിച്ച് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ 2-3 ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. അതിൽ എറണാകുളം പോലുള്ള ജില്ലകൾ എൻ്റെ റീഡിങ്ങിൽ 100% ആയിരിക്കും. തൃശ്ശൂർ സീറ്റുകൾ കൂടും. തിരുവനന്തപുരത്ത് നമ്മളൊരു മിനിമം 7-8 സീറ്റ് നമ്മൾ പിടിക്കും. കൊല്ലത്ത് നിങ്ങൾക്ക് മലബാറിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അടക്കം മലബാറിൽ വലിയ മാറ്റങ്ങൾ. ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരാൻ പോകുന്ന കോഴിക്കോട് ജില്ലയാണ് എൻ്റെ ഒരു റീഡിങ്. ട്രിവാൻഡ്രത്ത് ഞാൻ പറഞ്ഞല്ലോ, കാൻഡിഡേറ്റ് ഫിക്സേഷൻ എല്ലാ ബാലൻസിങ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ വർക്ക് വണ്ടേഴ്സ്. 100 എന്നുള്ളത് അസാധ്യമല്ല എന്ന് തന്നെയാണ് വിശ്വാസം. അതെ, സാറിൻ്റെ അച്ഛനും ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി അല്ലെങ്കിൽ മുതിർന്നൊരു നേതാവായി അതിനുശേഷമാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയത്. അപ്പോൾ അച്ഛനിൽ നിന്നും ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നതായിരുന്നു, അതോ പഠനകാലം മുതലേ തന്നെ ഈ രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്നു? ഞാൻ പഠിക്കുമ്പോൾ CET-യിൽ KSU-കാരനായിരുന്നു. ഞാൻ എപ്പോഴും അഭാർത്തന്നു. ഞാനൊരു തോറ്റ മാത്സിൻ്റെ എഡിറ്ററാണ്, ചെറിയ വോട്ടിന്. നമ്മളന്ന് SFI-ക്കെതിരെ ഒരു ന്യൂട്രൽ സംഘടനയൊക്കെ ഉണ്ടാക്കി. ഞാൻ എൻ്റെ പ്രസിഡൻ്റായിരുന്നു. അവിടെ അന്ന് മാഗഡായിട്ട് 150 വോട്ടിന് തോറ്റതാണ്. കാരണം സാധാരണ 1000 വോട്ടിന് SFI ജയിക്കുന്നവർക്ക് ആദ്യമായിട്ടാണ് നമ്മൾ 150 വോട്ടിന്. അതിനുശേഷമുള്ള നമ്മുടെ കമ്മിറ്റികൾ KSU-ക്ക് ഒന്ന് CET-യിൽ 28 ഇയേഴ്സിന് ശേഷം അവർ യൂണിയൻ കിട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ ഡൽഹിയിൽ MBA പഠിക്കുമ്പോഴൊക്കെ യൂണിയൻ്റെ ഭാഷ, അതൊന്നും പൊളിറ്റിക്കൽ യൂണിയനല്ല, പക്ഷെ മനസ്സിലെന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഞാൻ ടാറ്റ ട്രസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്തുമൊക്കെ, മിസ്റ്റർ ടാറ്റയുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും അന്നത്തെ ഗവൺമെൻറ് ഡീലിങ്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആൾ ഞാനാണ്. എന്നുവെച്ചാൽ ഇന്ന് മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഈ ഗവൺമെൻറ് പ്രോജക്ട്സ്, ടാറ്റയുടെ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് പലതുമൊക്കെ ടാറ്റയുടെ മുഖം ഞാനായിരുന്നു. ഇപ്പോൾ ഉള്ള അവിടുത്തെ IAS ഓഫീസേഴ്സ്, ചീഫ് സെക്രട്ടറിമാർ, നമ്മൾ കാണുന്ന പല ആളുകളുമൊക്കെ അന്ന് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ മഹാരാഷ്ട്രയാവട്ടെ, മധ്യപ്രദേശ് ആവട്ടെ, ഇതിലെനിക്ക് തോന്നുന്നു നമ്മുടെ ടാറ്റ ട്രസ്റ്റിൻ്റെ CSR ഫണ്ട്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതും ക്യാൻസർ പ്രോട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്ന് ഞാൻ ഈ രാഷ്ട്രീയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വശത്തിൽ ഒരു 5-6 വർഷം വർക്ക് ചെയ്തതാണ്. ഈ പ്രോജക്ട്സ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ. അപ്പോൾ എനിക്കതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് സ്വാഭാവിക അച്ഛൻ്റെ ഒരു മരണത്തിന് ശേഷം പാർട്ടി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സോഷ്യൽ സെക്ടറിൽ താല്പര്യം ഉള്ളതുകൊണ്ട് ദാറ്റ് ഹെൽപ്ഡ് എ ലോട്ട്. എനിക്ക് രാഷ്ട്രീയം കൂടുതൽ മനസ്സിലാക്കാൻ, പിന്നെ ജനിച്ച് വളർന്ന ഒരു കുടുംബമായത്, ഇങ്ങനത്തെ കുടുംബമായതുകൊണ്ടും, പിന്നെ ഞാൻ എൻ്റെ ഒരു 8-10 വർഷം ജോലി തരാൻ ലോകം മൊത്തം കണ്ട ഒരാളാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ മുതൽ വലിയ നഗരങ്ങളിൽ പോലും വർക്ക് ചെയ്തിട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, തെറ്റില്ലാത്തൊരു ലോകകാഴ്ചപ്പാടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എല്ലാം എനിക്ക് അറിയാമെന്നൊരു ധാരണ എനിക്കില്ല. അതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ്സ് ഓക്കെ. പിന്നെ വിദ്യാഭ്യാസപരമായി ഞാനിപ്പം എനിക്ക് ഒന്ന് എഞ്ചിനീയറിങ് കഴിഞ്ഞു, MBA കഴിഞ്ഞു, ഇപ്പോൾ ലോയും എടുത്തു. അപ്പം ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. നമുക്ക്
ഒരേ വിഷയത്തിൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു അഭിഭാഷകൻ്റെ ആംഗിളിലും ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ്റെ ആംഗിളിലും ഒരു എഞ്ചിനീയർ വിദഗ്ധനും പിന്നെ ഒരു പൊതുപ്രവർത്തന ആംഗിളിലും കാണാൻ പറ്റും. അത് വലിയൊരു ഹെൽപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. അതെ, സാർ MLA ആയി തുടർന്നിരുന്ന കാലഘട്ടത്തിൽ സാറിന് ഇന്നും ആത്മാഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു വികസന പദ്ധതി? ഏറ്റവും വലിയ കാര്യം ഈ ഒരു വിളക്കതിൻ്റെ ഒരു ഉദാഹരണം. ഞാൻ ഈ വിവിധ ജേഴ്സി ഫാമിൽ ഒരു 200 തൊഴിലാളികൾ, ഈ ആദിവാസി സമൂഹം അടക്കമുള്ള ആളുകൾ, അവർക്ക് പെർമനൻസി വാങ്ങിച്ചു കൊടുത്ത ഒരു വലിയൊരു ലീഗലി കോംപ്ലിക്കേറ്റഡ് ഫയലായിരുന്നു. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന സമയത്ത് അത് ഞാനും CITയും INTCയും BMSഉം HMSഉം എല്ലാം ചേർന്ന് ആ ഫയലിലെ കോംപ്ലിക്കേഷൻ ശരിയാക്കി ഒരു 200-250 ആളുകൾക്ക്, ആദിവാസി അടക്കമുള്ളവർക്ക് ജോലി സ്ഥിരത കൊടുത്തത് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. അതിനുശേഷം വിവാഹം നടന്നപ്പോൾ അവരെല്ലാം തന്ന വിളക്കാണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇപ്പോഴും അവിടെ ജേഴ്സി ഫാമിൽ പോയ ആൾക്കാരൊക്കെ അവർ രക്ഷപ്പെടേണ്ട കാരണം ഞാനാണെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യം ഉള്ളൊരു കാര്യമാണ്. അതുപോലെ ആസ് എൻ MLA ഞാൻ കഴിഞ്ഞ തവണ ചെറിയ വോട്ടിൽ തോട്ടെങ്കിലും ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, അത് അടിസ്ഥാന സൗകര്യ വികസനമാവട്ടെ, വ്യക്തിപരമായിട്ടുള്ള ഹെൽപ്പാകട്ടെ, CSR ഫണ്ടാകട്ടെ, ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. പ്ലസ് MLA എന്ന രീതിയിൽ പക്ഷേ നിയമസഭയിലെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആളുകളിൽ ഒന്നാണെന്ന് പ്രതിപക്ഷത്തുള്ള ആളുകൾ പോലും, അന്ന് ഭരണപക്ഷത്തുള്ള ആളുകൾ പോലും പറയുന്നത് അഭിമാനമായിട്ട് ഞാൻ കാണുന്നത്. ഇലക്ഷന് തോൽവി വിജയമൊക്കെ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ്. പക്ഷേ ഐ തിങ്ക് ആസ് എ ലെജിസ്ലേറ്റർ ഞാൻ വളരെ കണ്ടൻ്റ് ആയിരുന്നു. കാരണം നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി സഭ നടത്താൻ പറ്റുന്ന ഇടപെടലുകളും വേറെ ഏത് സീനിയർ MLAക്കാളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മറ്റാളുകൾ ഇപ്പോഴും പറയുമ്പോഴും വലിയ സംശയമുണ്ട്. മന്ത്രിമാരോടൊക്കെയുള്ള ആളുകൾ പറയുമ്പോഴും വലിയ സന്തോഷമുണ്ട്. അതെ, ഇന്നിപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരം അത്രത്തോളം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിൻ്റെ ഈ ഒരു ഭരണം ജനാധിപത്യം എന്നൊന്നും പറയാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകാധിപത്യ ഭരണമാണെന്നാണ് പല വിമർശനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഭരണത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഘട്ടം ഈ പറഞ്ഞ പോലെ അധികാരം കയ്യിലെത്തിയപ്പോൾ വലിയ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോവുകയാണ്. അത് മുഖ്യമന്ത്രി മാത്രമല്ല, താഴെയുള്ള ലോക്കൽ സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി വരെ അവരുടെ തറവാട് വകയാണ് രാഷ്ട്രീയം, പാർട്ടി എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക് എത്തി. അവരുടെ താഴെയാണ്. പൊതുജനങ്ങൾ മാത്രമല്ല, സാധാരണ സഖാക്കൾ പോലും. എനിക്ക് തോന്നുന്നു പല സഖാക്കളും ഇപ്പം ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നത് പാർട്ടിക്കകത്തൊരു വ്യതിയാനം ഉണ്ടാകണമെന്നുണ്ട്. ഇപ്പം ഇടതുപക്ഷത്തിന് എന്താ കുറ്റം പറഞ്ഞാലും ഞാനൊക്കെ ഇടതുപക്ഷത്തിനെ പലപ്പോഴും പണ്ട് അഡ്മയർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചില കാര്യങ്ങളിൽ ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയാണ്. അതവർക്കില്ല ഇപ്പോൾ. അവരിപ്പം കോർപ്പറേറ്റുകളെക്കാളും വലിയ കോർപ്പറേറ്റാണ്. അവർക്ക് ആവശ്യമുള്ള പദ്ധതികൾ, അവർ ആവശ്യമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അവർ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. അതിന് നിയമമൊന്നും കാര്യം. ഞാനൊരു ഉദാഹരണം പറയാം. മുഖ്യമന്ത്രി ഇപ്പോൾ വാഹനമൊക്കെ എടുക്കുക തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷം എത്രയോ അതൊരു മെസ്സേജാണ്. നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ പൈസയിൽ എപ്പോഴും ഇനിയും ശ്രീ പിണറായി വിജയൻ എന്നറിയാം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇനി നിൽക്കാൻ പോകുന്നത്. എങ്ങനെ വന്നാലും ഇപ്പോൾ ഇത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുമ്പോൾ ഇലക്ഷൻ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി തൻ്റെ 10 വർഷത്തെ ഭരണത്തിൻ്റെ അവസാന 3-ാം മാസം 1,10,00,000 രൂപയ്ക്ക് ഒരു പുതിയ വാഹനം വാങ്ങിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി ഏറ്റവും നല്ല വാഹനത്തിൽ പോകണം, ഏറ്റവും നല്ല സഞ്ചാര സൗകര്യം ഉണ്ടാകണം, അടിസ്ഥാന സൗകര്യം ഉണ്ടാകണം. ഞാൻ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ സിംപ്ലിസിറ്റി കാണിച്ച് എന്താ പറയുക, ഇക്കോണമി ക്ലാസ്സിൽ മിഡിൽ സീറ്റ് ഇരിക്കണം പറയുന്ന ആളല്ല. അവർ ബിസിനസ് ക്ലാസ്സിൽ തന്നെ പോകണം, അവർക്ക് ഫയൽ നോക്കണം. പക്ഷെ അതിനൊക്കെ അപ്പുറം 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ 2 തവണ വാഹനം മാറ്റിയതിന് ശേഷം വീണ്ടും 1 കോടി രൂപയ്ക്ക് വണ്ടി വാങ്ങിക്കുന്നതൊക്കെ അതാണ് പ്രശ്നം. എനിക്ക് തോന്നി ബേസിക് ആയിട്ടുള്ള ഇടതുപക്ഷക്കാർക്കുള്ള പ്രശ്നം അതാണ്. ധൂർത്തായിട്ടുള്ള സർക്കാരാണ്. ധൂർത്തിനേക്കാൾ കൂടുതൽ അത് കാണിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജാണ് പ്രശ്നം. അതൊരിക്കലും ഒരു ഇടതുപക്ഷ മെസ്സേജ് അല്ല. അത് ജനങ്ങൾ ഒത്തിരി അതിനകത്ത് അസ്വസ്ഥരാണ്. പിന്നെ ഇവർ കാണിക്കുന്ന പല ഗിമ്മിക്സ്. ഹൈവേ വികസനം മൊത്തം അവരുടെയാണെന്ന് പറഞ്ഞു. റോഡ് ഇടിഞ്ഞപ്പോൾ പറഞ്ഞു അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ സമരമാണെന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ PM ശ്രീ ജോൺ ബ്രിട്ടാസ് ധർമ്മേന്ദ്ര പ്രധാൻ ഇരുന്ന് ഫയൽ ഒപ്പിടിപ്പിക്കുകയാണ്. ഇവരുടെ ഈ ഹോട്ട് ആൻഡ് കോൾഡ് ട്രീറ്റ്മെൻറ്റ് അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കാര്യങ്ങളാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ BJP CPM കൂടെ ഒത്തൊരുമിച്ചാണ് പോകുന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് മാറണമെങ്കിൽ ഒരു UDF തന്നെ വരണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ന്യൂനത ഉണ്ടെങ്കിലും UDF വന്നാലേ കാര്യങ്ങൾ നടക്കുന്നൊരു ഫീലിംഗ് ആളുകൾക്കുണ്ട്, പൊതുജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതെ, ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ പൊതുജനങ്ങളുടെ ആഗ്രഹം പോലെ ആ ഒരു മാറ്റം 9.5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഭരണത്തിന് ശേഷം ആ ഒരു മാറ്റം അനിവാര്യമാണ്. നമുക്ക് ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ഇത്രയും തിരക്കുള്ള ദിവസങ്ങളിൽ തന്നതിന് താങ്ക് യു സോ മച്ച്.